കൊല്ലത്ത് കാറിടിച്ച് സൈക്കിൾ യാത്രക്കാരൻ മരിച്ചത് കൊലപാതകമെന്ന് പോലീസ്. സ്വകാര്യ ബാങ്കിലെ വനിതാ മാനേജരായ സരിതയാണു പണം തട്ടിയെടുക്കാൻ ക്വട്ടേഷൻ നൽകിയത്. സരിതയും ക്വട്ടേഷൻ ഏറ്റെടുത്ത അനിമോനും കസ്റ്റഡിയിലായി. BSNL റിട്ടയർഡ് ഡിവിഷണൽ എഞ്ചിനീയറായ സി പാപ്പച്ചൻ മെയ് 26-നാണ് മരിച്ചത്. സരിത 40 ലക്ഷം രൂപ തട്ടിയെടുത്തത് പാപ്പച്ചൻ ചോദ്യം ചെയ്തിരുന്നു. പ്രശ്നപരിഹാരത്തിനായി പാപ്പച്ചനെ വിളിച്ചുവരുത്തുകയും കാറിടിപ്പിച്ചു കൊല്ലുകയുമായിരുന്നു. സമ്പാദ്യം അന്വേഷിച്ചെത്തിയ മക്കളുടെ പരാതിയിലാണ് കൊലപാതകം തെളിഞ്ഞത്. സംഭവങ്ങൾ വിശദമായി. കൊലപാതക കേസില് മുത്തൂറ്റ് മിനിഗോൾഡ് മാനേജറായ സരിത, അക്കൗണ്ടന്റ് അനൂപ്, ക്വട്ടേഷന് ഏറ്റെടുത്ത അനിമോന്, കൂട്ടാളികളായ ഹാഷിഫ് അലി, മാഹീന് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സരിതയും അനൂപും 2 മൊബൈൽ സിം കാർഡുകൾ വാങ്ങി. ഇതിലൂടെയാണ് അനിമോനുമായി പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നത്. ഇത് സൈബർ സെല്ലിന്റെ പരിശോധനയില് പോലീസിന് വ്യക്തമായി. പോലീസ് സംശയിക്കുന്നതായി മനസ്സിലാക്കിയതോടെ ഇവര് ഈ സിം കാർഡിലൂടെ സംസാരിക്കാതെയായി. പാപ്പച്ചന്റെ മരണത്തില് സരിതയെയും അനൂപിനെയും മൊഴിയെടുക്കാനായി സ്റ്റേഷനിലേക്ക് വിളിച്ചെങ്കിലും ഒഴിഞ്ഞുമാറിയ ഇവര് അന്വേഷണത്തോട് സഹകരിച്ചിരുന്നില്ല. ഇതോടെ പോലീസിന് സംശയം ബലപ്പെട്ടു. ആദ്യം 2,40,000 രൂപയാണ് കൊലപാതകത്തിനായി അനിമോന് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തത്. ആദ്യം ഓട്ടോറിക്ഷ ഇടിച്ചു കൊലപ്പെടുത്താനാണ് പദ്ധതിയിട്ടത്. 3 തവണ നടത്തിയ ശ്രമത്തിലും പദ്ധതി പരാജയപ്പെട്ടു. ഇതിനുശേഷമാണ് കാര് വാടകയ്ക്കെടുത്ത് കൊലപാതകം നടത്തിയത്. പാപ്പച്ചനെ കാറിടിച്ചു വീഴ്ത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. അത് അപകടമരണമാണെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന വാർത്തകള്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകമെന്ന് തെളിഞ്ഞതും യുവതിയടക്കം 5 പേര് പോലീസിന്റെ വലയിലാകുന്നതും. മരിച്ച പാപ്പച്ചൻ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിട്ടുവെന്ന് ചൂണ്ടിക്കാട്ടി പാപ്പച്ചന്റെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതിയിന്മേല് കൊല്ലം ഈസ്റ്റ് പോലീസ് നടത്തിയ അന്വേഷണമാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. ആശ്രാമത്തെ സ്വകാര്യ ബാങ്കില് പന്തളം കുടശനാട് സ്വദേശിയായ പാപ്പച്ചൻ 1 കോടി രൂപയോളം നിക്ഷേപിച്ചിരുന്നു. ഈ പണം തട്ടിയെടുക്കാനായിരുന്നു കൊലപാതകം. പാപ്പച്ചൻ സഞ്ചരിച്ചിരുന്ന സൈക്കിളില് വാഗണറുകാര് തട്ടിയാണ് അപകടം സംഭവിച്ചത്. അപകടമുണ്ടാക്കിയ കാര് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ഡ്രൈവറായ അനിയെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായ അപകടമെന്ന നിലയിലാണ് കേസ് മുന്നോട്ടു പോയത്. പാപ്പച്ചൻ BSNLൽ നിന്ന് വിരമിച്ചയാളാണ്. കുടുംബവും മക്കളുമായി പിണങ്ങി കഴിയുകയായിരുന്നു. ജോലി ചെയ്തതും വിരമിച്ചപ്പോൾ കിട്ടിയ ആനുകൂല്യങ്ങളുമടക്കം വലിയ തുക പാപ്പച്ചന്റെ പേരിലുണ്ടായിരുന്നു. പിതാവ് മരിച്ചതോടെ മക്കൾ ഈ സമ്പാദ്യം എവിടെയെന്ന് അന്വേഷിച്ച് രംഗത്തു വന്നു. അപ്പോഴാണ് കേരളം ഞെട്ടിയ അരിങ്കൊലയുടെ കഥകള് പുറത്തുവന്നത്. മുത്തൂറ്റ് മിനിഗോൾഡ് ബ്രാഞ്ചില് 1 കോടിയോളം വരുന്ന തുക പാപ്പച്ചന് നിക്ഷേപമുണ്ടായിരുന്നുവെന്ന് മക്കൾ മനസ്സിലാക്കി. ബ്രാഞ്ചിലെ ജീവനക്കാരുമായി പാപ്പച്ചന് നല്ല ബന്ധമായിരുന്നു. മക്കളും ബന്ധുക്കളുമായി പിണങ്ങി കഴിയുന്ന പാപ്പച്ചന് തന്റെ സമ്പാദ്യത്തിന് ആരെയും നോമിനി വച്ചിരുന്നില്ല. തന്റെ കഥകള് മുഴുവന് ബ്രാഞ്ച് മാനേജര് സരിതയോടും മറ്റു ജീവനക്കാരോടും പാപ്പച്ചൻ പറഞ്ഞിരുന്നു. ഇദ്ദേഹം ഇല്ലാതായാൽ ആരും തിരക്കി വരാന് സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിയ സരിത കൊടും ക്രിമിനലായ അനിയുമായി ചേർന്ന് പാപ്പച്ചനെ കൊലപ്പെടുത്താന് പദ്ധതി തയ്യാറാക്കി. പാപ്പച്ചൻ ബാങ്കിലേട്ടിരുന്ന തുകയുടെ പകുതിയോളം പണം വ്യാജ ഒപ്പിട്ട് സരിതയും അനൂപും ചേർന്ന് വായ്പയായി എടുത്തിരുന്നു. പാപ്പച്ചൻ മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പണം തട്ടിയത്. ഈ പണം ഉപയോഗിച്ചാണ് അനിയെ നിയോഗിച്ച് കൊലപാതകം ആസൂത്രണം ചെയ്തത്. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് പരിധിയിലെ ഒട്ടേറെ കേസുകളില് പ്രതിയായ അനിയെ 2 ലക്ഷം പ്രതിഫലമായി നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് ക്വട്ടേഷൻ ഉറപ്പിച്ചത്. ഇതുപ്രകാരം അനി ജൂൺ 19-ന് ആസിഫ് എന്നയാളിൽ നിന്ന് വാടകയ്ക്കെടുത്ത കാര് പാപ്പച്ചന് ഉപയോഗിച്ച സൈക്കിളിലേക്ക് ഇടിച്ചു കയറ്റിയാണ് അപകടമുണ്ടാക്കിയത്. ആശ്രാമം മൈതാനത്തിന് തൊട്ടടുത്ത ഇടവഴിയിലായിരുന്നു അപകടം. സ്ഥിരമായി സൈക്കിള് മാത്രം ഉപയോഗിച്ചിരുന്ന ആളാണ് പാപ്പച്ചൻ. പാപ്പച്ചൻ സൈക്കിളിലെ യാത്ര ചെയ്യുമെന്നും പ്രതികൾക്ക് നന്നായി അറിയാമായിരുന്നു. ജൂൺ 19-ന് പാപ്പച്ചന്റെ സൈക്കിളിലേക്ക് നീലനിറത്തിലുള്ള വാഗണാറുകാര് ചെന്നിടിക്കുന്നതിന്റെ CCTV വീഡിയോ അന്നുതന്നെ പോലീസിന് കിട്ടിയിരുന്നു. എന്നാൽ അപ്പോഴും ഇത് ആസൂത്രിതമാണെന്ന് ആരും കരുതിയില്ല. കാറിന്റെ കളറും നമ്പറുമെല്ലാം നോക്കി ഓടിച്ചയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോഴും കൊലപാതകമാണെന്ന സൂചനകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പാപ്പച്ചന്റെ പണം അന്വേഷിച്ച് ചെന്ന മക്കളോട് പാപ്പച്ചന്റെ നിക്ഷേപത്തുകയിൽ നിന്ന് പകുതിയോളം മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് വായ്പയായി എടുത്തിട്ടുണ്ടെന്ന് മാനേജരും അക്കൗണ്ടന്റും അറിയിച്ചു. ഇത്ര വലിയ തുക ആർക്ക് വേണ്ടിയാണ് പിതാവ് എടുത്തത് എന്നറിയാൻ വേണ്ടി ബന്ധുക്കളോടും പരിചയക്കാരോടും മക്കൾ അന്വേഷണം നടത്തി. 1 പൈസ പോലും വെറുതെ ആർക്കും നൽകുന്നയാളല്ല പാപ്പച്ചൻ. ആ സ്ഥിതിക്ക് പണം എവിടെ പോയെന്ന് മക്കൾക്ക് സംശയമുയർന്നു. അങ്ങനെ മകള് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. കമ്മീഷണർ വിവേക് കുമാറിന്റെ നേതൃത്വത്തില് നടന്ന അന്വേഷണത്തിലാണ് ഒരു വലിയ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. ബാങ്കിൽ പോലീസ് നടത്തിയ പരിശോധനയില് പാപ്പച്ചന്റെ സ്ഥിര നിക്ഷേപത്തിൽ നിന്ന് പണം തട്ടിയത് വ്യാജ ഒപ്പിട്ടാണെന്ന് വ്യക്തമായി. ഒരുപാടൊപ്പ് രേഖപ്പെടുത്തേണ്ട സ്ഥലത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല.
ബാങ്ക് ജീവനക്കാരെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. മാനേജര് സരിതയും ക്രിമിനലായ അനിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന് കോൾ രേഖകളിൽ നിന്ന് വ്യക്തമായി. തുടർന്ന് അനിയുടെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ ഇതിലേക്ക് പണം എത്തിയത് കണ്ടെത്തി. കൃത്യം ആസൂത്രണം ചെയ്യാന് വേണ്ടി അനിയും സരിതയും 2 പുതിയ സിം കാർഡുകൾ എടുത്തിരുന്നു. ഇത് ഉപയോഗിച്ചാണ് ഇവര് തമ്മിൽ ആശയവിനിമയം നടത്തിയിരുന്നത്. ഈ സിം കാർഡുകൾ പോലീസ് കണ്ടെടുത്തതാണ് വഴിത്തിരിവായത്. വിശദമായ ചോദ്യം ചെയ്യലില് കൊല ആസൂത്രണം ചെയ്തത് പ്രതികള് പോലീസിനോട് പറയുകയായിരുന്നു.